CPIM പ്രവർത്തകൻ അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ 8 RSS പ്രവർത്തകരും കുറ്റക്കാർ. തിരുവനന്തപുരം വഞ്ചിയൂർ ഫാസ്റ്റ് ട്രാക്ക് സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, അമ്പലത്തിൻകാല അശോകൻ വധക്കേസ് വലിയ ചർച്ചയായ സംഭവമാണ്. CPIM പ്രവർത്തകന്റെ കൊലപാതകം. ഇപ്പോൾ അതിൽ 8 RSS പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുമല്ലേ? മനു, തീർച്ചയായും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു കൊലപാതകമാണ് അമ്പലത്തിങ്കാൽ അശോകന്റെ കൊലപാതകം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ തന്നെ 2013 ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നത്. ആലങ്കോട് ജംഗ്ഷനിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. RSS പ്രവർത്തകർ ചേർന്ന് ഇയാളെ കൊലപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്ന ഒരു കാര്യം. ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വഞ്ചിയൂർ അതിവേഗ കോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 8 RSS പ്രവർത്തകരും പ്രതികളായി വരും എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ ശിക്ഷാവിധി 15-ാം തീയതിയാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കോടതി അറിയിക്കുന്ന ഒരു കാര്യം. നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ 2013 നടന്ന സംഭവമാണ്. RSS പ്രവർത്തകർ ലോൺ ഈ വായ്പ കൊടുപ്പുമായി ബന്ധപ്പെട്ട അമിതമായി പലിശ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അത് ചോദ്യം ചെയ്യാനാണ് അശോകൻ ഈ ശംഭു എന്ന് പറയുന്ന ആളുടത്തേക്ക് എത്തുന്നത്. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് ഈ അശോകനെ വെട്ടിക്കൊലപ്പെടുന്നത്. കാട്ടാക്കട അമ്പലത്തിങ്കാൽ ജംഗ്ഷനിൽ വെച്ച് അശോകനെ വെട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2013 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കേസിൽ RSS പ്രവർത്തകർ ഗൂഢാലോചന നടത്തിയെന്നത് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളുടെ കാര്യത്തിൽ 8 പ്രതികൾ RSS പ്രവർത്തകരായ 8 പേർ പ്രതികളായി വരുന്നു എന്നുള്ളത് വഞ്ചിയൂർ അതിവേഗ കോടതി ഇന്ന് അറിയിക്കുന്നൊരു കാര്യമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ശംഭു, ശ്രീജിത്ത് ഉണ്ണി, ചന്തു, ഹരി, അമ്പിളി എന്ന ചന്ദ്രമോഹൻ, പഴഞ്ഞി പ്രശാന്ത്, അണ്ണി സന്തോഷ്, സജീവൻ എന്നിവരാണ് കേസിലെ 8 പ്രതികൾ. ശംഭു അമിതമായ പലിശയ്ക്ക് പണം വായ്പയ്ക്കായി നൽകിയിരുന്നത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പോലീസ്. ഇത് ശരിവയ്ക്കുന്നതാണ് കോടതി വിധി എന്നുള്ളത് തന്നെയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി 15-ാം തീയതിയാണ് ഉണ്ടാവുക. ഈ 19 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ നേരത്തെ തന്നെ മാപ്പുസാക്ഷികളായിരുന്നു. 8, 9 പ്രതികളായ ശ്രീകാന്ത്, കൊച്ചു സുരേഷ് എന്നിവരാണ് മാപ്പു സാക്ഷികളായത്. വടിവാളും വെട്ടുകത്തിയും അടക്കമുള്ള മാരകായുധങ്ങളുമായാണ് CPM പ്രവർത്തകനായ അശോകനെ കാട്ടാക്കട അമ്പലത്തിങ്കാൽ ജംഗ്ഷനിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിദാരുണമായ ഒരു കൊലപാതകമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ കൈകാലുകൾ വെട്ടി തല പിളർന്നുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. അതിദാരുണമായി തന്നെ RSS പ്രവർത്തകർ CPM പ്രവർത്തകനെ കൊലപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിലാണ് ഇപ്പോൾ വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് അതിവേഗ കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി എന്തായാലും 15-ാം തീയതിയാണ് ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. 8 RSS പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ. വിവരങ്ങളാണ് സുലേഖ തിരുവനന്തപുരത്ത് നൽകിയത്.